നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചായയുടെ റെസിപ്പി ആയിട്ടാണ്, ഇറാനി ടീ. അപ്പോൾ ഈ ചായപ്രേമികൾക്കുണ്ടല്ലോ ഇങ്ങനെ വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ചായ ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ക്രേസ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ചില സ്ഥലത്ത് ഷോപ്പ് തന്നെ ഉണ്ട് പല തരത്തിലുള്ള ചായയൊക്കെ ഉള്ള, മസാല ചായയും അങ്ങനെ പല തരത്തിലുള്ള. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറേ പേരിങ്ങനെ എപ്പോഴും പറയുന്നതാണ് ചായ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ചായയുടെ റെസിപ്പീസൊക്കെ ഇടാൻ. അങ്ങനെ തന്നെ നമ്മൾ കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചായയുടെ തന്നെ. അതായത് ചെറിയ വ്യത്യാസങ്ങളായിരിക്കും ചിലപ്പം, പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ എന്തായാലും അങ്ങനെ ഭയങ്കര ഒരു ചായപ്രേമിയൊന്നും അല്ല. എന്നാലും നമുക്കിങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒരു ചായ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കുടിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഈ ഇറാനി ടീ. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ഒരു ഉണ്ടാക്കുന്ന രീതി തന്നെ, അതിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, ഉണ്ടാക്കുന്ന രീതി തന്നെ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എങ്ങനെ ഇറാനി ടീ ഉണ്ടാക്കുന്നത് കണ്ടുവരാം. അപ്പോൾ ഇറാനി ടീ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ ചതക്കുന്നത്, അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ടോ എങ്ങനെ വേണം ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട ഇതുപോലെ ചതച്ചെടുക്കാം. ഇനി പിന്നെ 2 ഗ്രാമ്പുമാണ് വേണ്ട, അത് ചതക്കണം എന്നൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടാം കേട്ടോ. ഇനി 1 ഇഞ്ച് വരുന്ന ഇഞ്ചി എടുക്കുക, അതും ഇതുപോലെ ചതച്ചെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നത് 3 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് ഒരു ചെറിയൊരു പാത്രം വേണം. കുറച്ച് കുഴിയുള്ള പാത്രമാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഒരു തുണി ഇതിൻ്റെ മുകളിലേക്ക് വിരിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചൊരു ലെങ്ത് ഉള്ള തുണിയാണ് നല്ലത്. എന്നിട്ട് ഒന്നത് കുഴിച്ചു കൊടുക്കുക ആ തുണി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏലക്ക, അതുപോലെ തന്നെ ഇഞ്ചി, പട്ട, പിന്നെ ആ ഗ്രാമ്പു, അതെല്ലാം ഇട്ട് കൊടുക്കാം, ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് താഴ്ത്തി വെക്കാം കേട്ടോ, തുണി ഒന്ന് വെള്ളത്തിൽ തട്ടുന്ന പോലെ വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര, ഇപ്പം ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇടുന്നത്. മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാനൊരു 2 സ്പൂണാണ്. ചില ആൾക്കാർ ഇനി മധുരം വേണ്ടെങ്കിൽ ഇടാതെ നിൽക്കാം. ഇനി ചായപ്പൊടി ഇടണം. അത് ഓരോരുത്തരുടെ സ്ട്രോങ് എത്ര വേണ്ടെന്നൊക്കെ നോക്കി ഇട്ടാൽ മതി. ഞാനൊരു 2 ടീസ്പൂൺ ചായപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് കെട്ടണം. ചെറിയൊരു തുണി തന്നെ എടുത്താൽ മതി. ഇതൊന്ന് കെട്ടി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്ന രീതിയാണ് ഈ ഒരു ചായയുടെ പ്രത്യേകത തന്നെ. നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പാത്രമൊക്കെ ചൂട് ഉണ്ടെങ്കിൽ വെക്കുന്ന ആ ഒരു റിങ് ഉണ്ടല്ലോ, അതൊന്ന് താഴ്ത്തി കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് പാത്രത്തിലേക്ക് ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ ഒഴിച്ച ആ ഒരു പാത്രം, വെള്ളവും ഒക്കെ ഒഴിച്ച ആ പാത്രം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുക്കർ അടയ്ക്കുകയാണ്. കുക്കർ അടച്ചു, സ്റ്റൗ ഓൺ ചെയ്തു. ഇപ്പം തന്നെ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളറിയാലോ, കുക്കറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെയിറ്റൊക്കെ നല്ല ക്ലീൻ ആണോ എന്നുള്ളത് നോക്കണം. കാരണം നമ്മൾ ആവി വരുന്നതിന് മുമ്പാണ് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണ്. എന്നിട്ടൊരു 5 വിസിൽ ഇതുപോലെ വരണം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ തുറന്നെടുക്കാം. ഇനി ഇത് തുണിയില്ലേ നമ്മൾ കെട്ടിയ ആ തുണി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇതിലുള്ള ബാക്കി മസാലയും ഒക്കെ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിലുള്ള ആ ഒരു ബാക്കിയുള്ള സത്തൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പം ചൂടായതുകൊണ്ട് കൈവച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലാക്ക് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പാല് തിളപ്പിക്കണം. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേതാണ്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ടൻ ചായ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് തിളച്ച് വരണം. ഇപ്പം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു മസാലയുടെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതേതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ ചായപ്പൊടി അലിച്ചെടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ.
അങ്ങനെ ഇറാനി ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊരു മണമെന്നോ, അതങ്ങ് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, മൂക്കിലേക്ക് ഇങ്ങനെ മണം വരികയാണ്. ഒന്ന് കുടിച്ചു നോക്കിയാലൊന്ന് എല്ലാവർക്കും തോന്നും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുമ്പോൾ അരിച്ചൊക്കെ എടുത്ത് അങ്ങനെ ഫുൾ മെസ്സൊക്കെ ആവുമല്ലോ. ഇതൊരു പ്രശ്നവുമില്ല. അതിലുള്ള നമ്മൾ ചേർക്കുന്ന സ്പൈസസും ഒക്കെ ഒരു തുണിയിൽ കെട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അരിച്ചെടുക്കുക അങ്ങനെയുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ആ തുണി നിങ്ങൾക്ക് കഴുകിയിട്ട് വേണമെങ്കിൽ പിറ്റേ ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ചായപ്രേമികൾക്ക് ഇഷ്ടാവുന്നുള്ള ഷുവറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാം. എന്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.